എല്ലാവർക്കും എൻ്റെ ഉത്രാടം ദിന പൊന്നോണ ആശംസകൾ. ഞാൻ ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് നമുക്ക് ഓണത്തിന് നമ്മൾ വളരെ ഒരു സൈഡായിട്ട് വാഴയുടെ സൈഡിൽ നമ്മൾ ഇടുന്ന ഒരു ഡിഷാണ് പച്ചടി. ഞാനിവിടെ ഉണ്ടാക്കിയത് വെള്ളരിക്ക പച്ചടിയാണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ആദ്യം വെള്ളരിക്ക നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തിട്ട് ഇത്തിരി ഇഞ്ചി പച്ചമുളകും സവാള ഇട്ടിട്ട് കുറച്ച് വേവിക്കണം. വേവിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക, കുറച്ച് മോരൊഴിക്കുക, പുളി നോക്കുക, ഉപ്പും ആവശ്യത്തിന് ചേർത്തിട്ട് നമ്മൾ ടേസ്റ്റിൽ നമ്മുടെ രുചിക്കനുസരിച്ചിട്ട് വെള്ളരിക്ക പച്ചടി തയ്യാറാക്കാം. അപ്പോൾ ഓണസദ്യക്ക് ഒരു പ്രധാനപ്പെട്ട ഐറ്റം ഉണ്ട് പച്ചടി. ഞാൻ തൃശ്ശൂർ സൈഡിൽ കുറച്ച് നാൾ താമസിച്ചായിരുന്നു പഠിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ പച്ചടി എന്തായാലും അവർ ഓണസദ്യയിൽ ആദ്യം വിളമ്പുന്ന ഒരു ഐറ്റം ഉണ്ട് കറികളിൽ. പിന്നെ ഞാനിവിടെ ഉണ്ടാക്കി. നമുക്ക് ഓണം കഴിഞ്ഞിട്ട് തിരുവോണം നാൾ കഴിഞ്ഞിട്ട് അടുത്ത നാൾ നമ്മുടെ അവിട്ടന്തിനോണം. അപ്പോൾ അന്ന് നോൺ വെജ് വിഭവങ്ങളാണ് പ്രധാനമായിട്ടും തയ്യാറാക്കുന്നത്. ഞാനിപ്പോൾ അന്നത്തേക്ക് വേണ്ടി ഇനിയിപ്പോൾ പുളിയൊക്കെ ഇട്ടിട്ട് അന്ന് ആദ്യം നമ്മൾ വാഴയിലയിൽ വിളമ്പുന്ന ഒരു ഐറ്റമാണ് കിങ് ഫിഷ്, അതായത് നമ്മുടെ സ്വന്തം നെയ്മീൻ. നെയ്മീൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മൾ നെയ്മീൻ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പീസ് പോലെ, ഷേപ്പുള്ള പീസ് പോലെ അരിയാം. അരിഞ്ഞിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വെട്ടിയെടുക്കണോട്ടെ മീൻ ആദ്യം. അതിനുശേഷം ഇത് നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഉള്ളി ചെറിയുള്ളി സവാള ഇട്ടിട്ട് ഇത് അത് വഴച്ചിട്ട് അതിലേക്ക് പുളി പിഴിഞ്ഞ് വെച്ചിട്ട് നെയ്മീൻ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ഉപ്പ് നന്നായിട്ട് ആവശ്യത്തിന് ചേർക്കണം. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്തായാലും ഉണ്ട് കേട്ടോ. മുളക് പൊടി ഇതിൽ 2.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഇഷ്ടാനുസരണം സെർവ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ഓണം കഴിഞ്ഞിട്ട് തിരുവോണം നാൾ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എടുക്കണം. അപ്പോൾ ഈ 2 ഡിഷസും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണ ആശംസകൾ. താങ്ക്സ് എവരിബഡി.